എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസ് സ്റ്റാൻഡിന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻട്രോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്ന വീഡിയോ ആണ്. അത് ഒരു KSRTC ബസ്സിലാണ് പോകുന്നത്. KSRTC കൊണ്ട് തമിഴ്നാടിൻ്റെ KSRTC ബസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അപ്പോൾ കോയമ്പത്തൂരൊക്കെ ഭയങ്കര ദീപാവലിയുടെ തിരക്കും ആകെ ബഹളമയാണ്. മഴയുണ്ട് കോയമ്പത്തൂര്. എപ്പോഴും നമുക്ക് കോയമ്പത്തൂർ ഇപ്പോൾ മഴ കിട്ടുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ വണ്ടി പോണത്. ഇപ്പോൾ സമയം 11:30 മണിയായി. ഇപ്പോൾ സമയം ബാംഗ്ലൂർ വണ്ടിയാണ് SCTC. കോയമ്പത്തൂർ ബാംഗ്ലൂർ. ഇവിടെ ചെന്നൈ വണ്ടി കിടക്കുന്നുണ്ട് അടുത്ത്. SCTC ഇത് തമിഴ്നാടിൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വരുന്നത്. മോശമില്ലല്ലേ വണ്ടി? ബാക്കിലേക്ക് ഒന്ന് പോവാം. സെറ്റപ്പ് വരണം കേട്ടോ. ഇവിടെ തമിഴ്നാട് അതായത് കോയമ്പത്തൂരൊക്കെ നല്ല മഴയാണ് പോകും. അതാണൊരു ബുദ്ധിമുട്ടായി. വണ്ടി ഇവിടുന്ന് ഏകദേശം എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ദീപാവലിയുടെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ദീപാവലി ആശംസകൾ കേട്ടോ. വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നെയിം തന്നെ അമ്മാസി. ഓക്കെ, ലൈലൻഡ് വണ്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഊരെങ്ങ കോയമ്പത്തൂർ. ഓക്കെ ഓക്കെ. ഉള്ളിലേക്ക് കയറി നമ്മൾ എന്തായാലും ഇതാണ് എൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ കേട്ടോ. ടിക്കറ്റൊക്കെ അത്യാവശ്യമുണ്ട്. വലിയ തിരക്കില്ല എന്നും പറയാം. ഇത് AC വണ്ടിയാണ് കേട്ടോ. പുഷ് ബാക്ക് സീറ്റാണ്. സെമിസ്ലീപ്പർ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. കണ്ടക്ടറൊക്കെ കയറി. ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. കണ്ടാൽ ഉങ്ക നെയിം തന്നെ ബാലാജി. ഊര് ഒസൂര്. ഇങ്ക ஒர்க் பண்ண என்ன கம்பெனி? சவுண்ட் டிசைனிங். ஓகே ஓகே. மியூசிக் ப்ரொடக்ஷன் பண்ணிட்டு இருக்கேன். ஓ സിനിമയിലെ മൂവി ലൈക്ക് ഇൻഡിവിജ്വൽ. ഓക്കെ ഓക്കെ, നല്ലത്. അപ്പോൾ കണ്ടക്ടർ ആണ്. എന്നാ നെയിം എന്നാ? സെന്തിൽ. ഓക്കെ ഓക്കെ. നമ്മൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആദ്യമല്ലേ. അപ്പോൾ പൈസ കൊടുക്കട്ടെ. ബാംഗ്ലൂർ ഇതിൽ പൈസ കൊടുക്കണമല്ലോ. തമിഴ്നാട് വണ്ടിയിൽ 540 540 രൂപയാണ് ചാർജ് കേട്ടോ. പൈസ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ പോണത്. അതിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആടിയിട്ട് പതുക്കെ പൂള് തോന്നുന്നു. ഇപ്പോൾ സമയം നോക്കി 11:45 12 ആവാറായി. ഇതെന്താ വന്നോടെ തന്നെ തിരിച്ച് വീണ്ടും വരുന്നുണ്ടോ വണ്ടി? SCTC വണ്ടികൾ ഇങ്ങനെ കുറെ കിടക്കുന്നുണ്ട് കേട്ടോ. മാരുതി ട്രാവൽസ് കുറെ വണ്ടികളല്ലേ. ഏതാ വീണു. അപ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങാൻ തുടങ്ങി. ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ലൈറ്റ് ഓഫ് ചെയ്യില്ലയോ അല്ലേ? എന്താ ലൈറ്റ് ഓഫ് മാട്ടാ? ഓഫാക്കൂല. ഓഫാക്കുന്ന പറഞ്ഞത് നമ്മൾ മറ്റേലൊക്കെ പോയിട്ട്. ഇത് AC വണ്ടി തന്നെയാണ്. പക്ഷെ അത്ര കണ്ട് തണുപ്പും ആ ലെവലൊന്നും ഇല്ല കേട്ടോ. കുഴപ്പമില്ല. എന്തായാലും ആൾക്കാരൊക്കെ അത്യാവശ്യം വണ്ടിയിൽ ഉണ്ട്. അപ്പൊ നമ്മള് ക്യാബിൻ റൈഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അന്തന്റെ വണ്ടി ഓടിക്കുന്നുണ്ട്. DS4 ഉണ്ട്. വീട് കണ്ടറിയാം. എന്താ മഴ നോക്കിയേ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല. നേരത്തെ ഗംഭീര ഇടിവെട്ട് മഴയാണ്. ഇപ്പൊ സമയം 12:30 മണിയായി. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ്. രാത്രി മഴയൊക്കെ കൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിലരൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നത് എനിക്ക് ഇത് ഇങ്ങനെ പറ്റണ രാത്രി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ വീഡിയോ ചെയ്യണല്ലോ.
ഇങ്ങോട്ട് കണ്ട അവിടെയൊക്കെ നല്ല മിന്നായ മിന്നണ. ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഈ കോയമ്പത്തൂർ ഈ ഭാഗത്തൊക്കെ അല്ല, കോയമ്പത്തൂർ നല്ല തമിഴ്നാട് ഏരിയയിലൊക്കെ മഴ പെയ്ത പോലെ രക്ഷയില്ല. ആദ്യ സീന ദീപാവലി വെള്ളത്തിലാവുമെന്നാണ് നോക്കണേ.
പിന്നെ എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്തു, കുറച്ച് സമാധാനം കിട്ടി. ലൈറ്റ് ഓഫ് ചെയ്ത് വിചാരിച്ചത് ലൈറ്റ് ഓഫ് ചെയ്ത് കൊണ്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ കോട്ടയപ്പുറത്ത് മഴ നല്ല പോലെ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടിവെട്ടും മഴയും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ സേലം ഒക്കെ എത്തിയിട്ടു. സമയം 3 മണിയായപ്പോൾ കുറച്ച് വണ്ടിയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. മറ്റേ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പെടപെടച്ചിനെങ്കിൽ നമ്മൾ പുലർച്ചെ 3 മണിക്കൊക്കെ പൊസൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സേലം കിട്ടുന്നത് അതാണ് പ്രൈവറ്റും കെഎസ്ആർടിസിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നിരങ്ങിയിട്ടാണ് പോകുന്നത്. സംഭവം കോയമ്പത്തൂരിൽ പിന്നെ സേലത്തെ സ്റ്റോപ്പുള്ളൂ. 3 മണി ആയ സമയം പ്രാവശ്യം. JSR പോണത്. ഇവിടെ കല്ലട അപ്പുറത്ത് കിടക്കുന്നുണ്ട്. JSR പോണു. JSR റോഡ് ലൈൻസ്. ഒരു JSR 2 ദിവസം മുന്നേ തട്ടി അങ്കമാലി വെച്ചിട്ട്. മുകളിലൊക്കെ ഇപ്പം കംപ്ലീറ്റ് നല്ല മഴയൊക്കെ പെയ്തിട്ടും ഈസില പിന്നെ
നമ്മളങ്ങനെ മടിവാള റീച്ച് ആയിട്ടോ, മടിവാള അണ്ടർപാസ് അത്. അപ്പോൾ നമ്മളങ്ങനെ മടിവാള ബാംഗ്ലൂർ എത്തി. അങ്ങനെ നമ്മളിവിടെ എത്തി ബാംഗ്ലൂർ. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു SCTC കേട്ടോ. ബസ്സിൽ പോണ ആ സുഖം ഈ വണ്ടിയിൽ കിട്ടിയില്ല എന്നുള്ളതാണ് വലിയൊരു വേറൊരു കാര്യം. എന്തായാലും പ്രൈവറ്റ് ബസ് തന്നെയാണ്, KSRTC തന്നെയാണ്. ഇവിടെ വേറെയും കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഇതാണ് സ്റ്റാൻഡ്, ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് KSRTC. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതൊരിക്കും തൽക്കാലം ബൈ, നമസ്കാരം.